റംദാൻസ് വ്ലോഗർ 2.0 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് കോൺട്രാബാൻഡ് പോലീസ്. ഇത് നമ്മുടെ ലൂപ്പ് മാസ്റ്ററൊക്കെ കളിച്ച് തീർന്ന് ജയിച്ചൊക്കെ വെച്ചതാണ്. ഞാൻ ഇതുവരെ ഈ സാധനം കളിച്ചിട്ടില്ല. ഇത് കളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് കളിക്കാനായിട്ട് ഓക്കെ ഇതെന്തത് ഇത് കട്ട്സീനാണോ? ഇങ്ങനൊന്നും അല്ലല്ലോ നമ്മുടെ ആ ഒരു ഇത് ഉള്ളത്. പന്നീനെയൊക്കെ കൊന്നേക്കുന്നു. പോലീസ് ഗ്രാഫിക്സ് ഒക്കെ അടിപൊളി കേട്ടോ. മോണെ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളി. ഈ ആഡ് എവിടെ കയറി വന്ന് പോയേ ഞാൻ ഗെയിമല്ല. ഒരു മിനിറ്റ് അവിടെ നിൽക്ക് അത് ആ ഇതും കാണിച്ചോണ്ട് അവിടെ നിൽക്ക്. പക്ഷെ എനിക്ക് തോന്നി ഇതാണോ ഇനി ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇത് വന്നിട്ടില്ല. അങ്ങനെയാണ് കളി. ഇതോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് 2 ഗെയിം പ്ലേ പറ്റും ഗൈസ്. ഇത് വന്നിട്ടില്ല. ഇത് നമ്മുടെ ആ സെയിം സാധനമാണ്, ഒറ്റ സാധനം. പക്ഷെ ഇത് കളിക്കാൻ എന്തോ ചെറിയ ബഗ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ ഗെയിമിലേക്ക് പോയാലോ? ഒന്നാവ് വേഗാവൂന്നേ. ഇതെത്ര താമസം? ഇത് വേഗം ആയിക്കൂടി. ഞാൻ നല്ല ഒച്ചത്തിലാട്ടോ പറയുന്ന കാര്യം. അനക്ക് തോന്നി ഗൈസ് ഇത് ഹാക്കാവും. ഹാക്കിംഗ് ആണോ? കൊടുക്കാൻ പറയൂ. എനിക്കറിയത്തില്ല കേട്ടോ. ഇനി അത് ഹാക്കിംഗ് പരിപാടി ആണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പിന്നെ സൈഡിലോട്ട് വെക്കട്ടെ, അല്ലേ ഞാൻ എൻ്റെ കൈ തട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡ് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ വരണം. ബണ്ടി പോരട്ടി, ബണ്ടി എവിടെ നിൽക്കൂ? ഇതാ പോലെ ഇതാ മോണെ. അയ്യടാ ഇങ്ങ് പോവാൻ നോക്കിയോ? ഞടഞ്ഞില്ലല്ലേ പോയത്. കറക്റ്റ്, ഇത് കറക്റ്റ്, ഇത് തെറ്റ്, ഇത് ശരി, ഇത് തെറ്റ്, 2 തെറ്റ് ഗൈസ്. അയ്യാ അവൻ പോയി. ഇല്ല പോയില്ല അവൻ തിരിച്ചു പോയി കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ ഗെയിം. നമുക്ക് ഇപ്പം എന്താ പറയുക, അൺഇൻസ്റ്റാൾ. നമ്മുടെ പുതിയ ഗെയിം പ്ലേ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. മൊത്തം ഒരു അലവ് പിടിച്ച ഗെയിം പ്ലേ ആയിപ്പോയി. ഇതൊക്കെ വിത്ത് യൂണിറ്റ് ആണ് ഗൈസ്. നിങ്ങൾക്കറിയാലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെച്ചിട്ടാണ് ഉള്ള പരിപാടി. ഇത് തന്നെ ഗൈസ്, ഇതാണ് ഗെയിം. മനസ്സിലായി, എനിക്ക് മനസ്സിലായി ഗൈസ്. ഇതാണ് നമ്മുടെ ആ ഒരു ഗെയിം. നമ്മുടെ ലൂപ്പ് മാസ്റ്ററൊക്കെ കളിച്ച ഗെയിം ഇതാണ് ഗൈസ്. ഓക്കെ, ഈ സാധനം ഉണ്ടല്ലോ, കോൺട്രാബാൻഡ് പോലീസ്. ഇതെന്ത് ഭാഷയാണ് എഴുതി വെച്ചേക്കുന്നത്? ഇതിനകത്തും The guys bet on a vodka crate that you will not survive even a week in this shabby hole. But पिछले महीने पापा का जो बर्थडे गिफ्ट पेंडिंग रह गया था अब मिलेगा, और वो पढ़ाई के लिए जो नया कंप्यूटर चाहिए था अब बदलेगा, जुम्बा क्लास के लिए जो नए जूते चाहिए थे मिलेंगे, और वो पैन खराबे के बहाने जनाब और नहीं चलेंगे, क्योंकि अपनी दुकान में मिलेंगे आपकी जरूरतों के सारे सामान पूरी हिफाजत और भरोसे के साथ. बताइए क्या चाहिए? Amazon, आपकी अपनी दुकान. 30 സെക്കൻഡുള്ള ആഡ്, 1/2 മിനിറ്റുള്ള ആഡ് വെറുതെ കാണേണ്ടി വന്നു.
ഓക്കെ ഞാൻ ഇപ്പോ ഇതെന്താ ഇതാണ് ഗൈസ് എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. ഇതിനടിക്കാൻ പറ്റുമോ? കാണുമ്പോ തന്നെ പേടിയാണ് എനിക്ക്. ഓ കൊറേ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ടല്ലേ. ഓ എന്റെ സ്ഥലം ഇതല്ല ഗൈസ്, ഇതായിരുന്നു. We were expecting you. Welcome to the Equestrian Border Police Post in Karakaja. My name is Commissioner Andrew and I will explain your work to you. First go to Commissioner Office and pick duty folder. ഈ സാധനം എടുത്തോണ്ട് വരണം. എടുത്തിട്ടുണ്ട്. Great. Let's get started. Pull the lever to invite the first driver for checking. ഓ ഇതാണ് സംഭവം. മനസ്സിലായടാ, എല്ലാം മനസ്സിലായടാ. ഒന്നും പറയാനില്ലടാ. അയ്യാ ഞാൻ പുറത്തോട്ട് പോട്ടോ. എന്നിട്ട് നീ അടയ്ക്കാതിരിക്കും എന്നാ ചെയ്തി. ഇനി ഇവിടെ വന്നിട്ട് എല്ലാം മനസ്സിലായി കഴിച്ച്. ഞാൻ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ $0 In order to enter Akaristan, driver needs to have valid documents set. First open the door and ask her to come out of the car. Then ask her documents and check them carefully. ചേട്ടനെ ഇതിനകത്തൊരു ചെറിയ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അനുസരിച്ച് മോളെ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിരുന്നേനെ. അതുകൊണ്ട് ഞാൻ മാമൻ ഇതിനകത്തൊന്ന് കയറി നോക്കുക കേട്ടോ. ഇതിനകത്ത് വല്ല പ്രശ്നമുണ്ടോ നോക്കണം. സൈഡ് കാറ് ബമ്പർ ഇത് മൊത്തം നോക്കണം. കൈ സുഖന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പെണ്ണുങ്ങളാണേലും ആണുങ്ങളാണേലും അവരൊക്കെ ഫുള്ള് ഡേഞ്ചർ ആയിരിക്കും കേസ്. ഏയ് ഞാൻ ആകാശത്തെത്തി. ഇവൻ ഡോക്യുമെന്റ്സ് തന്നില്ല. കള്ള ഡോക്യുമെന്റ്സ് കാണാ. Can I have your documents? വണ്ടിയുടെ ഡോക്യുമെന്റ്സ് കാണാൻ പറ്റില്ല. ഇത് മാച്ച്. ഇത് ഓക്കെ മാച്ച്. ഇതോ ഇതും മാച്ച് ഗൈസ്. ഇതായിട്ട് മാച്ചാണ്. ഓക്കെ അപ്രൂവ്ഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ നെറ്റ് വേണ്ടല്ലോ. നെറ്റ് വേണോ അതിന്? നെറ്റ് വേണ്ടല്ലോ ഗൈസ്. നെറ്റ് ഇല്ലാണ്ട് കളിക്കാൻ Good job. That was the right decision. Call next driver for checking. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ചെയ്തോ? ഞാൻ ആദ്യം നമ്മുടെ ഈ ക്യാമ്പൊക്കെ ഒന്ന് നോക്കട്ടെ. എന്തുവാടോ ഇതിനകത്ത് ഒരു പട്ടിക്കൂട് കൊടുത്ത സാധനം. ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല കേസ്. പോലീസുകാര് ഇങ്ങനൊക്കെ ആയിട്ടാണ്. ഇത് പറ്റില്ല. പേപ്പർ വരുന്ന സാധനം. അടുത്ത സാധനം വണ്ടി വരട്ടെ. ഒരു മിനിറ്റ് കേസ്. ടോർച്ച് ഇവിടെ മറ്റേ വെപ്പണൊക്കെ കിട്ടുന്നതല്ലേ അവിടുത്തെ? അതൊന്നും കാണുന്നില്ല. നമ്മുടെ ഇതെടുത്തെ നമ്മൾ ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ടോർച്ച് കിട്ടുമെന്ന്. അമ്മേ ഓടിയപ്പോൾ 110 പറപ്പിച്ച് കഴിച്ച് ഞാൻ ഭയങ്കര ഓട്ടക്കാരനാന്ന് തോന്നുന്നല്ലോ ഇതിനകത്ത്. ഞാൻ അല്ലേലും ഇച്ചിരി ഓട്ടക്കാരനാണ് ഗായ്സ്. ചെയ്യാനാ. ഇവിടെ ടോർച്ച് ഉണ്ടോ? ഇവിടെ ഇല്ലല്ലോ. ഇല്ല. ഇവിടെ ഏകദേശം അത്യാവശ്യം ആൾക്കാർക്ക് കിടക്കാം. ഓപ്പൺ ആവുന്നില്ല. ക്ലോസ് ആവില്ല. എടാ മോണെ. ഞാൻ ഈ ഗെയിം ഏതാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ ചൂച്ചു ചാൾസിന്റെ മറ്റേ ഇല്ല സാധനം ഇല്ലേ? ഏത് മറ്റേ ഒരു ഷോർട്ട് ഗണ്ണും പിടിച്ചോണ്ട് നമ്മുടെ ചൂച്ചു ചാൾസിന്റെ അവിടെ ഓടത്തില്ലേ?
അതിൻ്റെ ഗെയിമാണ് സംഭവം, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. മോണെ അവിടെ നിൽക്കണം മോണെ. എന്നെ ഇരിക്കുന്നോടാ, നീ ഇറങ്ങിയങ്ങോട്ട്. അല്ല Please come മോനെ, out of the car. മോനെ എൻ്റെ അടുത്തവൻ്റെ കളി. താഴെ മഞ്ഞേ Can I have your നിന്റെ documents? അടുത്തേ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ ഞാൻ ചെയ്യും. ഇത് മാച്ച് ഗൈസ്, ഇതെന്താ ഡിസ്മാച്ചാ? ഇത് ഡിസ്മാച്ച്, ഇത് മാച്ച് ഗൈസ്. പോടാ, ഇറങ്ങി പോടാ എൻ്റെ നാട്ടീന്ന്. ജീവൻ വേണമെങ്കിൽ ഓടിപ്പൊക്കോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഡോറടച്ചില്ല, വരുന്നില്ലേ? വരുന്നുണ്ടെങ്കി വാ, ഇപ്പൊ വന്നാ നാളെ പോവാ. എടാ മോണെ, ആരും ചോദിക്കാൻ പറ്റും. ഇവൻ്റെ ഏത് ഗണ്ണട കയറി ഇരിക്കുന്നേ? അടുത്ത് കയറി ഇരിക്കുവോ എല്ലാവരുടെ കയ്യിലൊക്കെ ഈ സാധനം? ഈ ലിവർ വലിക്കാൻ കഴിയും, എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. ഈ ഗെയിം മഞ്ഞേ അവിടെ നിൽക്കും മഞ്ഞേ. കൂടുതൽ ഇടിച്ചിടാൻ നോക്കിയാണ്ടല്ലോ, റിജക്റ്റ് ഞാൻ ഒറ്റയടിക്കാൻ അടിച്ചു. അത് വേണ്ടെങ്കിൽ Please come out of the car. മര്യാദ മോനെ മാമനെ, മോൻ്റെ വണ്ടി ഒന്ന് പരിശോധിക്കണമായിരുന്നു. അത് കാരണം മോനൊന്ന് ഇറങ്ങിയാൽ മാമന് വളരെയധികം ഉപകാരമായിരുന്നു. എൻ്റെ വായിൽ നിന്നൊന്നും കേൾക്കണ്ടെങ്കിൽ അവരേക്ക് ഡോക്യുമെന്റ്സ് കാണാ. ഞാൻ ചോദിക്കണമല്ലേ, ഞാനെന്ത് മരവണ്ടനാ? ഞാൻ ചോദിക്കണമായിരുന്നു. മോൻ ഡോർ അടച്ചേക്കാം, അല്ലെങ്കിൽ അല്ല കണ്ട കാണിക്കുന്ന അടയ്ക്കും. Can I have your documents? കാണുമ്പോ ഇത് മാച്ച്. അയ്യോ എന്തുവായിട്ടത്? പാസ്പോർട്ട് നമ്പർ അത് മാച്ച്. ഇതെന്തുവാ? വീട് മറ്റു സംഭവം. മാച്ച് ഗൈസ്, അപ്രൂവ്ഡ് ആണ് ഗൈസ്. ഒരുത്തൻ കൂടിയുണ്ട്, ഇവനെയും കൂടി അങ്ങ് അയച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റും. മൊഞ്ഞേ മാമന് മോൻ്റെ വണ്ടി ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ നട്ടു റോട്ടിൽ കയറി നിൽക്കും. നീ എന്നെ ഇരിക്കാൻ വന്നാലുണ്ടല്ലോ, എക്സ്ട്രാ ഫൈൻ ഞാൻ തരും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ പോകും. ഓ ഇതിനകത്ത് ഇങ്ങനെ ഉറക്കുമല്ലേ, ഞാൻ മറന്നു പോയില്ലേ? എന്ത് കഷ്ടം നോക്കണം. അയ്യോ ചാടും. നേരുണ്ടോ? ഇനി ഞമ്മക്ക് ഇതിൻ്റെ മുതലാളിയെ ഒന്നിക്കാഞ്ഞ. മുതലാളി ഇങ്ങ് പറഞ്ഞേ. ഇത് അവൻ മറ്റേ ഏതോ ഗെയിമിനകത്തുള്ള ഒരുത്തനല്ലേ? Please come out of the car. ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാന്ന് പറയട്ടെ, മറ്റേ ഗ്രാനീൻ്റെ കണക്കൊരുത്തനാ. മോൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് വേണമായിരുന്നു. ഒരു മിനിറ്റ്, ശിവന്റെ ഫേസ് പോലും ശരിയല്ല. അപ്പൊ ഗൈസ് എന്തോ തെറ്റിയ ഡോക്യുമെന്റ് ആണ്. Can I have your documents? മോണെ പക്ഷെ ഇതിനകത്ത് ജാക്സ് ദേവെന്ന് കണ്ടാട്ടോ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ജാക്ക് എന്ന് മാത്രമേ ഉള്ളൂ. പാസ്പോർട്ട് നമ്പർ എടുത്തു. ആ മാച്ച് വർക്ക്. Okay. Well done, Comrade. Your first day of training is completed. Now go and get some rest. നമ്മളെ വർക്ക്
പരിപാടിക്കാരല്ലോ കിടന്നുറങ്ങുന്ന സാധനം. ഇവിടെ ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടില്ല. പിന്നെ മഴ പെയ്യാൻ നേരത്തെ ഞങ്ങളിപ്പോൾ എന്തോ ചെയ്യാനാ വേണ്ടി റൂഫ് ഇതുണ്ടായേ. ഇത് മൊത്തം ഇപ്പൊ എന്തോ പ്രശ്നം. ഓ എടാ മോണേ, മനസ്സിലായടാ. നൈസിന് വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയിട്ട് Hello, comrade. My name is Yuri Petrov. I am the Deputy Commissioner, and I will lead your second day of training. We have recently observed increased activity of smugglers from Oberambach gang. Fortunately, our intelligence services are already doing this, and we will provide you regular information. Now let's start checking the cars one by one. വല്ല ഇല്ലീഗലായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസ് എന്തായാലും ഞാൻ പോലീസിന് കൊടുക്കും, കാരണം അവൻ്റെ ദൗത്യമാണ് ഗൈസ്. ഓക്കെ, ഇനി അവിടെ പോയിട്ട് ആ സാധനമൊക്കെ എടുക്കണം. ഗൺ ചേഞ്ച്. എടാ ഫോണെ ഗണ്ണൊക്കെ കിട്ടിയിരുന്നെങ്കിലേ ഗണ്ണെടുക്കാൻ പറ്റും. ഗണ്ണ് തരുവോടെ തരത്തില്ല, വെറുതെ അവിടെ കുത്തിയിരിക്കും. അത്ര ഇങ്ങനെ പോയി കഴിഞ്ഞാണ്ടല്ലോ 110 പറക്കും ഗൈസ്. ഓക്കെ, അതെടുത്തു. വേണ്ട, ഞാൻ ടോർച്ച് എടുത്തു. ഈ ലൈറ്റ് $200 ഗൈസ്. തൽക്കാലത്തേക്ക് നമുക്കിപ്പോ ഇനി ചിലപ്പോ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. മോനെ അവനവിടെ നിക്കടാ. ഞാൻ എവിടെ പോവാ മോനെ? ഇവിടെ തുറക്കാൻ പറഞ്ഞു. Turn on your flashlight and find contraband. After finding it, pull out your knife and hit it. ഏതാ മോനെ? എനിക്കൊന്ന് ചെറിയ സംഭവം. എടാ കൊക്കയില്ലേ? ഇവിടെ ഉണ്ട് ഗൈസ്. ഓ, ഞാൻ ഓൾറെഡി എടുത്തല്ലേ. മാടേ മോഞ്ഞ്, ഞമ്മക്കൊന്ന് പുറത്തോട്ടിറങ്ങിയാലോ? പെണ്ണ് ഗൈസ്. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുവോ? ചെയ്യാൻ പാടില്ലടേ, അറിയാമോ എനിക്ക്? അയ്യോ ഞാൻ ലേറ്റ് ആക്കിയതായത് പെട്ടെന്ന് ബാക്കായി പോയി. ഇനി ഇവള് ഇതിനകത്ത് വല്ല സാധനം ഒളിപ്പിച്ചോ? അള്ളാഹു അല്ലേ. പെണ്ണെ ഇറങ്ങിപ്പോടേ. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യണ്ടേന്നൊരു പിടുത്തില്ല ഗൈസ്. മോളുടെ ID ഒന്ന് തന്നിരുന്നെങ്കിൽ നമുക്കൊന്ന്. ഇതല്ലല്ലോ പാസ്പോർട്ട് നമ്പർ, ഇതല്ലേ? അതിനല്ല പാസ്പോർട്ട് നമ്പർ ഇത്. മാത്സ്. ഓ, എല്ലാം മാത്സാ. പക്ഷേ മോളൂസിനുണ്ടല്ലോ അറസ്റ്റ് ചെയ്തു മോളെ. 2 എണ്ണോ? എടി, ഇവരെങ്ങനെ അറസ്റ്റ് ചെയ്ത്? മോനെ, ഇവൻ കൊക്കയും വല്ലതും കൊണ്ടുവന്നോ അറിയത്തില്ല. Well done, comrade. Now go and check rest of cars. അവരെ പിടിച്ചു വെച്ചിട്ടുള്ളത്. ഇത് ട്രെയിനിങ് ആണ് ഗൈസ്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ. അയ്യടാ അവിടെ നിന്നേ മോയ്യടാ. നിർത്താൻ പറഞ്ഞപ്പോ നീ എന്തുവാണോ കാണിച്ചേ? അല്ല, മാറങ്ങോട്ട്. എനിക്കിവിടെ ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറണം. ബാ മോനെ, ബാ. ഇറങ്ങുവാണ് ഇങ്ങോട്ട്.
ടയറൊക്കെ നോക്കണം ഗൈസ്. നമ്മുടെ UV ലൈറ്റ് വെച്ചടിച്ച് കയറാൻ പറ്റാത്ത എല്ലാം മാച്ച് ചെയ്ത് ഗൈസ് മറ്റേ ലെവളുടെ. Can I have your പക്ഷേ documents? മോനെ ഇത് ഫോട്ടോ കറക്റ്റ് അല്ല ഗൈസ്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ആയി. ഇതെന്താ ബഗ് വന്നു ഗൈസ്. തള്ള ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ. ഓ പാവം ഗൈസ്, പാവം അടിച്ചു വീണിരിക്കുന്നു. മോൻ എന്തോ പരിപാടിയിലാണെന്ന് മനസ്സിലായി. നല്ല എന്നെ ഇടിച്ചിടാൻ നോക്കുന്നോടാ. ഇറങ്ങി വാടാ. Please come out of the car. എന്റെ കണ്ണിലോട്ട് ഞാൻ അടിക്കണോ? എന്റെ കണ്ണെന്തേ കണ്ണിലോട്ട് അടിക്കണോ? ഇത് ഞാൻ നേരത്തെ കണ്ടാണല്ലേ. ഇവൻ ഇതിനകത്ത് ഒന്നുമില്ല ഗൈസ്. തുറഞ്ഞു നോക്കത്തെ ബമ്പരി എല്ലാറ്റിനകത്ത് ഇവന്മാര് വല്ല ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റത്തില്ല. ഇവന്മാരാണേ സ്മഗ്ലേഴ്സ് ആവുമ്പോ ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നിന്റെ ഐഡിയ ആണ് എനിക്ക് വേണ്ടത്. അതിന്റെ വാ. Can I have your documents? ഓക്കെ, ഇതിനകത്ത് വാ തുറന്നിരിക്കുവല്ല. പക്ഷെ ഇതിനകത്ത് വിസിറ്റ് എല്ലാം മാറ്റി കൊടുക്കും മോനെ. ഇനി മോനെ ഇവിടെ അയക്കുമാണ്. ആക്രമിക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട്. നോക്കട്ടെ. എടാ മോനെ, ആരൊന്നും കണ്ടില്ലല്ലോ അല്ലേ? നമ്മുടെ മറ്റേ പരിപാടി ഇങ്ങനെ ആൾക്കാർ കൊള്ളാൻ എന്തൊരു തടവാണ് ഞാൻ, എന്തൊരു ക്രൂരതമാണ് കേസ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോ ഞാൻ എന്ത് ക്രൂരതയാണ് കാട്ടിയത്? 2 പാവങ്ങളെ ഞാൻ കുലപ്പെടുത്തി. അതൊന്നുമല്ല, അവന്മാര് ഭയങ്കര ചൊറിയാണ് കേസ്. ചൊറി എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ ചൊറി. മോളെ നമുക്ക് ഒരു ചെറിയ നമുക്ക് ചാറ്റ് പോവാം. ഹെഡ്ഷോട്ട് ആയി കഴിഞ്ഞാൽ നല്ല വില കിട്ടൂല്ലേ? എന്തായാലും നമുക്ക് ആ ഗണ്ണെടുക്കാം. ഈ ഗണ്ണ് പക്ഷെ ഇങ്ങനെ കളിക്കാൻ സുഖമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും റംസാൻ വ്ളോഗിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.